ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി സൺഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസ്ക് കുറഞ്ഞ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അതോടൊപ്പം നെക്സ്റ്റ് വീക്കിൽ ഡിവിഡൻഡ് ബോണസ് ഒക്കെ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, പിന്നെ ലാസ്റ്റ് 7 days ആയിട്ട് നല്ല ബുള്ളിഷ് വോളിയൂമിൽ ബ്രേക്ക്ഔട്ട് തന്ന സ്റ്റോക്കുകൾ. സോ ആ സ്റ്റോക്കുകൾ ഇനിയും നല്ല ബ്രേക്ക്ഔട്ട് തരും. സോ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് റിസ്ക് കുറഞ്ഞ 3 ഓഹരികൾ ഏതൊക്കെയാണ്. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബഡ്ജറ്റിന് ശേഷം നല്ല റാലി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട്ലി 125 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ 3 ടാർഗറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 128 പ്രൈസ് ആകുമ്പോഴത്തേക്ക് എൻട്രി എടുക്കുക. 140, 150, 160 ഈ 3 ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 160 വരെ വരുമ്പോൾ 24% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സ്റ്റോപ്പ് ലോസ് 120 വെക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ റിസ്ക് ഉള്ള സ്റ്റോക്ക്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യ 420 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 433 to 435 ആ ഒരു റേഞ്ചിൽ ബ്രേക്ക്ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോപ്പ് ലോസ് 410 വയ്ക്കുക. ഓക്കെ, ഇത് സെക്കൻഡ് സ്റ്റോക്കാണ്. തേർഡ് സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്തായാലും നല്ല വലിയ റിസ്ക് ഇല്ലാത്ത നല്ലൊരു സ്റ്റോക്കാണ്. സോ എസ്പെഷ്യലി പ്ലാന്റേഷൻ പ്രോഡക്ട്സിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ 1163 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1200 പോകാനുള്ള സാധ്യതയുണ്ട്. സോ 1130 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഈ 3 സ്റ്റോക്കിലാണ് ലോ റിസ്ക് സ്റ്റോക്കുകൾ. ഓക്കെ, ഇനി ലാസ്റ്റ് 7 days ക്യാൻഡിലിൽ നല്ല വോളിയം ബുള്ളിഷ് വോളിയം തന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെ നല്ല റാലി ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോക്ക്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. 56 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ടാർഗറ്റാണ്. 60 ബ്രേക്ക് ചെയ്യുമ്പോൾ 80 റുപ്പീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 80 റുപ്പീസ് വരുമ്പോൾ 40% റിട്ടേൺസ് ആണ് കിട്ടുന്നത്. ദെൻ GMR ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെല്ലാം തന്നെ ബഡ്ജറ്റ് ശേഷം അല്ലെങ്കിൽ ഇനി ഇലക്ഷനൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ നല്ലൊരു ഡെവലപ്മെൻറ്റ് വരുന്ന ഒരു സെക്ടറാണ്. സോ 85 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 100 ടാർഗറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. 15% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ 81 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ഈ ഒരു സ്റ്റോക്കിൽ. ദെൻ ഈസ് മൈ ട്രിപ്പ്. നേരത്തെ പറഞ്ഞു ട്രാവൽ ടൂറിസം ആ ഒരു സെക്ടേഴ്സൊക്കെ നല്ല ഗ്രോത്ത് വരും. സോ ഈസ് മൈ ട്രിപ്പ് 49 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 50 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 60 വരെ പോകാൻ സാധ്യതയുണ്ട്. ബിലോ 50 അല്ലെങ്കിൽ ഇപ്പോൾ 48 ബിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 20% വരെ ഉയരാൻ സാധ്യതയുണ്ട്. 60 റുപ്പീസാണ് ടാർഗറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് രേണുക ഷുഗേഴ്സ്. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ നിങ്ങൾ നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ വാല്യുവേഷൻ നോക്കിയാൽ ബുക്ക് വാല്യൂ ഒക്കെ നെഗറ്റീവ് ആണ്. സോ വാല്യുവേഷൻ ഫണ്ടമെൻ്റൽ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്, ജസ്റ്റ് ടെക്നിക്കലായിട്ട് മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഷുഗർ സ്റ്റോക്കുകളൊക്കെ ആ ഒരു സെക്ടർ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഏതർ ഷുഗറിൻ്റെ ന്യൂസ് നല്ല പോസിറ്റീവ് ന്യൂസ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു സ്റ്റോക്ക് മുകളിൽ വരത്തുള്ളൂ. ഇപ്പോൾ 1 to 2 weeks, മാക്സിമം 1 month അതാണ് ടാർഗറ്റ് ഉള്ള ടൈം ഫ്രെയിം വരുന്നത്. സോ ലാസ്റ്റ് ഡേയിൽ നല്ല ഒരു വോളിയം ഉണ്ടായിരുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ പറയുന്നു എന്ന് മാത്രം. സോ 60 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 19% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഭയങ്കര ഒരു റിസ്ക് ഉള്ള സ്റ്റോക്കാണ് പെന്നി സ്റ്റോക്കാണ്. പെന്നി സ്റ്റോക്കൊക്കെ റിസ്ക് ഉള്ളത് കൊണ്ട് എന്നാലും ടെക്നിക്കലായിട്ട് നല്ല ബ്രേക്ക്ഔട്ട് തരുന്ന ഒരു ലാർജ് വോളിയൂമിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാത്രം. ടാർഗറ്റ് 12 ആണ്. 10 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ 12 വരും. സോ എന്നാലും പ്രൈസ് ചെറുതാണെന്ന് നോക്കണ്ട. പെർസെൻറ്റേജ് വൈസ് 50% ആണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടുന്നത്. ബട്ട് റിസ്കി ആണ്. നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക ഈ സ്റ്റോക്കുകളെല്ലാം. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം.
നെക്സ്റ്റ് വീക്കിൽ നല്ല ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, മോട്ടിലാൽ ഒസ്വാളാണ് ഈ സ്റ്റോക്കുകളെല്ലാം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 776 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 842 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ആദിത്യ ബിർള ക്യാപിറ്റൽ 180 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 220 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, ഓക്കെ, 391 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 481. സോ ഈ സ്റ്റോക്കൊക്കെ 1 മന്ത്, ആ ഒരു 2 വീക്സ് ടു 1 മന്ത് ആണ് ടൈം ഫ്രെയിം, അത് മറക്കണ്ട. ഓക്കെ, സോ അതിന് മുന്നേ ടാർഗറ്റ് വന്നില്ല എന്ന് ആരും പറയണ്ട, ആ ഒരു ടൈം ഫ്രെയിം ആലോചിക്കുക. ദെൻ മാക്സ് ഇൻഡസ്ട്രീസ്, ഓക്കെ, മാക്സ് ഹെൽത്ത് കെയർ, സോ 766 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 930 വരുമെന്നൊക്കെയാണ് മോട്ടിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. സോ ആദ്യം ഈ ഒരു 780 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോട്ടെ, എന്നാലും നമുക്ക് ആ ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് മസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു റിട്ടേൺസ് വരാൻ പോകുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഈ ഒരു അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക്സ്. സോ 1470 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോറി, 1470 ആണ് ഇതിൻ്റെ ടാർഗറ്റ്. ഇപ്പോൾ 1261 ട്രേഡ് ചെയ്യുന്നു. 1470. ദെൻ ടൈറ്റൻ കമ്പനി 3612. ഇപ്പോൾ കുറച്ചൊരു ഡൗൺ ട്രെൻഡ് ആണ്, ബട്ട് എന്നാലും നല്ല ഒരു സ്റ്റോക്കാണ്. സോ 4200 വരെ പോകുമെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ ബോണസ് നൽകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ബോണസിൽ 4 സ്റ്റോക്കുകൾ ബോണസ് സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് ബോണസ് നൽകാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് ഈ ഒരു ഇൻ്റലിവേറ്റ് ക്യാപിറ്റൽ വെഞ്ചേഴ്സ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. സോ 2:1 ആണ് ബോണസ് നൽകുന്നത്. 7-ാം തീയതിയാണ് ബോണസ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ മേടിച്ചാലാണ് ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ എലിജിബിൾ ആവുന്നത്. ബട്ട് എല്ലാ സ്റ്റോക്കും കയറി മേടിക്കില്ല. ഇതിൻ്റെ വാല്യുവേഷൻ എങ്ങനെ, കൊള്ളാവോ, ഫിനാൻഷ്യൽസ് കൊള്ളാവോ, ഇതെല്ലാം നോക്കിയിട്ട് മാത്രം ഇതിൽ ചെയ്യുക. കാരണം കണ്ടോ, ഇതിൽ കോൺസ് ആണ് കൂടുതൽ. ജസ്റ്റ് ഞാൻ ഈ ഒരു ന്യൂസ് പറഞ്ഞത് മാത്രം. ഇന്ന് തന്നെ സ്റ്റോക്കുകൾ നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുക, ബോണസ് നൽകുന്നുണ്ട്. സോ ഇത് എല്ലാം ചെക്ക് ചെയ്യണം. വാല്യുവേഷൻ, ഫിനാൻഷ്യൽ, പിന്നെ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്, ഓരോ വർഷം എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൽ ഗ്രോത്ത് ഉണ്ടോ, എല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ റിസ്ക് എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 2:1 ബോണസ് റേഷ്യോ. ഓക്കെ, 2 ഷെയർ വാങ്ങിക്കുമ്പോൾ ഒരു ഷെയർ മേടിക്കുമ്പോൾ 2 ഷെയർ കിട്ടും. 7-ാം തീയതിയാണ് ബോണസ് ഡേറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അക്ഷർ സ്പിൻഡെക്സ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കും ഇതൊക്കെ 4 രൂപയേ ഉള്ളൂ ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, പെന്നി സ്റ്റോക്കാണ്, ഹൈ റിസ്ക്കുള്ള സ്റ്റോക്കാണ്. 1:5 ആണ് ബോണസ് റേഷ്യോ വരുന്നത്. സോ 5 ഷെയറുകൾ മേടിക്കുകയാണെങ്കിൽ ഒരു ഷെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് കിട്ടും. ഓക്കെ, 8-ാം തീയതിയാണ് ബോണസ് ഡേറ്റ് വരുന്നത്. അപ്പം അതിന് മുന്നേ മേടിക്കുമ്പോഴാണ് എലിജിബിൾ ആവുന്നത്. ദെൻ മാഗ് അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് സർവീസസ്. ഈ ഒരു സ്റ്റോക്കും ബോണസ് ഫെബ്രുവരി 5-ാം തീയതി നാളെ തരുന്നുണ്ട്. ബട്ട് ഇത് നേരത്തെ പറയേണ്ട വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ടില്ല. സോറി. സോ അതിന് മുന്നേ നിങ്ങൾ ഇപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ നിങ്ങളപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ, അപ്പോൾ അതിന് മുന്നേ മേടിച്ചിരുന്നാൽ മാത്രമേ ആ ഒരു സ്റ്റോക്കിന് എലിജിബിൾ ആവത്തുള്ളൂ. 4 സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. ബോണസ് ഡേറ്റ് 5-ാം തീയതിയാണ്. ഓക്കെ, അതുപോലെ ശ്രീജി ടെക്നോളജീസ്. ഈ ഒരു സ്റ്റോക്കും ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1:3 ആണ്. ആൻഡ് 3 ഷെയർ വാങ്ങുമ്പോഴത്തേക്ക് ഒരു ഷെയർ അഡീഷണൽ ആയിട്ട് കിട്ടും. ഇതാണ് ഈ 4 സ്റ്റോക്കിലാണ്, ഈ 4 സ്മോൾ ക്യാപ്പാണ് നെക്സ്റ്റ് വീക്കിൽ ബോണസ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതെ ഹൈ ഡിവിഡൻഡ് തരുന്ന 10 സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഡിവിഡൻഡ് തരുന്നതെന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് പറയേണ്ട സ്റ്റോക്കാണ് കോഫോർജ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, നല്ല ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കാണെന്ന്.
സോ ഈ ഒരു ഡിവിഡൻഡ് അവർ അനൗൺസ് ചെയ്യും. ഇൻ്ററിം ഡിവിഡൻ്റ് ആണ്, 19 പെർ ഷെയർ. ഫെബ്രുവരി 5 എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് മഹാനഗർ ഗ്യാസ്. ₹1,477. ഈ ഒരു സ്റ്റോക്ക് ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നു. 12 രൂപയുടെ. ഫെബ്രുവരി 5 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത്. അതുപോലെ മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സ്റ്റോക്ക് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നു. 14 ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 6 എക്സ് ഡിവിഡൻഡ് വരുന്നത്. ഓക്കെ. സോ ഈ ബ്രോക്കറേജസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലൊക്കെ നല്ല സ്റ്റോക്കിലാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ വാല്യുവേഷൻ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഫണ്ടമെൻ്റലി എങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ എങ്ങനെയുണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം മേടിക്കുക. ദെൻ ശ്രീറാം ഫൈനാൻസും 10 രൂപ ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 6 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത്. ദെൻ HPCL. ഓക്കെ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ₹489. ഇൻ്ററിം ഡിവിഡൻഡ് 15 രൂപയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 7 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത്. പിന്നെ അജന്ത ഫാർമ. ഇൻ്ററിം ഡിവിഡൻഡ് 26 അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 8 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത്. ശ്രീ സിമൻറ്റ് ഒക്കെ കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കും ഇൻ്ററിം ഡിവിഡൻഡ് ₹50 അനൗൺസ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 8 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരിക. ജില്ലറ്റ് ഇന്ത്യ 6,567. ഈ ഒരു സ്റ്റോക്കും ഇൻ്ററിം ഡിവിഡൻഡ് സ്പെഷ്യൽ ഡിവിഡൻഡ് 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ്ററിം ഡിവിഡൻഡ് 45 സ്പെഷ്യൽ ഡിവിഡൻഡ് 40. അപ്പോൾ ടോട്ടൽ ₹85 നമുക്ക് ഡിവിഡൻഡ് മാത്രമായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ. ഫെബ്രുവരി 8 എക്സ് ഡിവിഡൻഡ് വരിക. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ടർ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ ഒരു സെക്ടർ നോക്കുകയാണെങ്കിൽ FMCG ആണ്. FMCGയിൽ 4th പ്ലേസിൽ വരുന്നു. ആൻഡ് ഞാൻ നേരത്തെ സീറോ ഡെപ്റ്റ് ഉള്ള സ്റ്റോക്കിൽ ഈ ഒരു സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നല്ല ഡിവിഡൻഡും തരുന്നുണ്ട്. അത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ പ്രോക്ടർ ആൻഡ് ഗാംബിൾ. പ്രോക്ടർ ആൻഡ് ഗാംബിൾ 14 ഇൻ്ററിം ഡിവിഡൻഡ് വരുന്നത്. സ്പെഷ്യൽ ഡിവിഡൻഡ് 60. ഓക്കെ. അപ്പോൾ 160 ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് മാത്രം കിട്ടുന്നത്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഫെബ്രുവരി 9. ഓക്കെ. ഈ ഒരു 10 സ്റ്റോക്കിലാണ് ഡിവിഡൻഡ്, ഈ 9 സ്റ്റോക്കിലാണ് ഡിവിഡൻഡ് കമ്മിങ് വീക്കിൽ തരുന്നത്. ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.